അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന ഔലിയ ആരെ ഇത്തിക്റ് ഈമാൻ ഇന്നങ്ങ ഇത്തിക്റാറ് മുഅ്മിനാവണു മുസ്ലിമാവണു മുസ്ലിം അല്ലാത്ത ആൾ ഒരു ഔലിയാവോ സാധ്യല്ല. രണ്ടാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് സലഫി പ്രസ്ഥാനത്തെ ആൾമാരെ പൽക്ക് കേട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് കേൾക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ചൊന്നത് വകാനു യത്തഖൂൻ തഖ്വയിന്റെ ആൾമാരെ ഇത്തിക്റാറ്. അങ്ങനെ എന്തായെങ്കിൽ നിങ്ങളെ ഉസ്താദുമാർ പഠിപ്പാട്ടകത്തെ ആരും പേരെടുത്ത് ഉദ്ദേശിക്കില്ല, പേരെടുത്ത് ചൊല്ലുറുമില്ല, ഇന്ന ഔലിയ ചൊല്ലുന്ന പേരെടുക്കില്ല. ആയെങ്കിൽ നിങ്ങൾക്ക് സൂചനത്തോട് കൂടി മനസ്സിലാവും നിങ്ങളെ ഉസ്താദുമാർ പഠിപ്പാട്ടിയത് റമളാൻ തിങ്കളിൽ നോമ്പടിക്കാത്ത ഔലിയ, റമളാൻ തിങ്കളിൽ നോമ്പടിക്കാത്ത ഔലിയ. ഈ ഔലിയക്ക് എന്ത് തഖ്വയിത്തുള്ളത്? തഖ്വത്തോട് കണ്ടുണ്ട നോമ്പടിക്കാത്തവർക്ക് ഫർളൈത്തുള്ള നിർബന്ധമായിട്ടുള്ള നോമ്പടിക്കാത്ത ഔലിയ, സിഗരറ്റ് വലിക്കുന്ന ഔലിയ, 6 വർഷം കുളിക്കാത്ത മിനിമം ജുമാ കുലി പോലും കുളിക്കാത്തകത്തെ നാരി പൊട്ടതായ വ്യക്തി, ഈ വ്യക്തിമാരായിട്ട് നിങ്ങൾ ഔലിയ ചൊല്ലുന്നത് എന്ത് സഹോദരന്മാരെ? അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ സ്വീകരിക്കണ്ടേ? 6 വർഷം കുളിക്കാത്തത് വെറുതെ ചൊല്ലല്ല, ആരോപിക്കറല്ല. നിങ്ങൾ കേൾക്കറെന്തായെങ്കിൽ നിങ്ങൾ ഉസ്താദ്മാരെ ക്ലാസ് എടുക്കുന്ന റെഡിയുള്ള ഒരു പ്രോബ്ലം ഇല്ല. ഉസ്താദ്മാരെ ചൊന്നത് ഇത്തിക്കറ് പ്രത്യേകമായിട്ടും നിങ്ങൾ ഉണ്ടാക്കി ചൊന്നതല്ല. 6 വർഷം കുളിക്കാത്തത് മിനിമം ജുമാ കുലിയെങ്കിൽ കുളിക്കണ്ടേ? അതുപോലെ കുളിക്കാത്ത ആളെ ഇത്തിക്കറ് ഔലിയ ചൊല്ലി അറിയപ്പെട്ടത് എത്ര അപകട സഹോദരന്മാരെ. ചിന്തിക്കും. ഉസ്താദ്മാർ വഞ്ചനാക്കിയാർ ഹക്ക ഇത്തിക്കറ് അതിനങ്ങനെ സ്വീകരിക്കും. കാശിക്ക് വേണ്ടിയിട്ടും നിങ്ങളെ സമ്പത്ത് ലൂട്ടന് വേണ്ടിയിട്ടും ഉസ്താദ്മാർ വഞ്ചനാക്കിയാറ്. ഇത് ഇത്തിക്കറ് ഹക്കയിട്ടുള്ള വിഷയ. അതിന് മേലിൽ സലഫിനകളുടെ മേൽ ആരോപണ നിങ്ങൾ ഔലിയാമാരെ നമ്പാത്തങ്ങ ചൊല്ലുന്നു. ഇല്ല സഹോദരന്മാരെ, ഇതിന് യഥാർത്ഥമായിട്ടും യഖീനോട് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കൂ. സലഫി പ്രസ്ഥാനത്തെ ആൾമാർ അങ്ങ ഔലിയാക്കന്മാരെ വിശ്വസിക്കുന്ന ഇത്തിക്കറാറ്. ഇത്ര ചൊല്ലുമ്പത്തേക്ക് ഉസ്താദ്മാർക്ക് പേടി തുടങ്ങി. സാധാരണ ഉണ്ടാവുന്ന പേടി ഇത്തിക്കറ് ഇനി ആൾമാരെല്ലാം സലഫിയായാൽ